സോറി, ഞാനൊരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. താൻ പോകണമെന്ന് പറഞ്ഞിട്ട് പോയില്ലായിരുന്നു? പോയതാണ്. ആക്ച്വലി ഞാൻ വളവിൽ ചെന്നപ്പോഴാണ് പെട്ടെന്നൊരു കോൾ വന്നത്. മിസ്റ്റർ ഓമനക്കുട്ടനെ മോഹൻ അറിയാലോ? ഏത് ഓമനക്കുട്ടൻ? ഓ ടെറിബിൾ. ഓമനക്കുട്ടൻ ഈസ് മൈ ഹൗസ് ഓണർ. ഹി ഈസ് വർക്ക് ഇൻ US. മലയാളം മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോറി, ഐ ഫർഗെറ്റ് ദാറ്റ്. അപ്പോ ഓമനക്കുട്ടൻ വിളിച്ചിട്ട് പറയുക, ഈ വർഷത്തെ ബിൽഡിംഗ് ടാക്സ് അടക്കേണ്ട സമയമായി എന്ന്. 2 ദിവസത്തിനുള്ളിൽ അടക്കണമെന്ന്. ഓമനക്കുട്ടന്റെ ആരും തന്നെ ഇവിടെ ഇല്ല, എല്ലാവരും അമേരിക്കയിലാണ്. അതുകൊണ്ട് ഞാൻ തന്നെ ബിൽഡിംഗ് ടാക്സ് അടക്കണമെന്ന്. അതുകൊണ്ട് അല്ല, ഞാൻ ഈ ബിൽഡിംഗ് ടാക്സ് അടക്കണമെങ്കിൽ വില്ലേജ് ഓഫീസിൽ വരണോ, അതോ മിസ്റ്റർ മോഹന്റെ തന്നാൽ അതുകൊണ്ട് പോയി അടയ്ക്കുമോ? അനിയന്റെ പേരെന്താ പറഞ്ഞത്? സന്തോഷ് ചന്ദ്ര. ചന്ദ്രങ്ങ വാ, ഒരു കാര്യം പറയട്ടെ. കുറച്ചു മുമ്പ് അനിയൻ പറഞ്ഞു വേറെ പണിയൊന്നും കിട്ടാത്തവരാണ് സർക്കാർ ജീവനക്കാരാവുന്നതെന്ന്. അനിയനെ പോലെ ബുദ്ധിയുള്ളവർ ഏതോ AC മുറിയിലിരുന്ന് എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ചെയ്യുകയാണ് എന്ന്. മിസ്റ്റർ മോഹൻ, വാട്ട് ഐ കാൻ. ഏതോ കമ്പ്യൂട്ടർ കുത്തിക്കളിച്ച് എന്തോ പരീക്ഷ പാസ്സായി എവിടെയോ തുക്കട ജോലി കിട്ടിയെന്നോർത്ത് നീ ആരായിരുന്നു കരുതിയത്? മാസം 1 ലക്ഷം രൂപ ശമ്പളവും AC മുറിയും 2 കാറും ഉണ്ടെങ്കിൽ നീയൊക്കെ ദൈവമായോ? എന്നെ പോലുള്ളവർ കൂടുതൽ കാശ് കിട്ടുന്ന ജോലി നോക്കി പോയിരുന്നെങ്കിൽ നാട്ടിലെ സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും ആര് സഹായിക്കുമായിരുന്നു? കമ്പ്യൂട്ടർ പഠിച്ചാൽ എല്ലാം ആയി എന്ന് കരുതുന്നു നിനക്കൊക്കെ വില്ലേജ് ഓഫീസിന്റെ വില എന്നറിയാമോ? മിസ്റ്റർ മോഹൻ, മേലിൽ ഈ പരിസരത്ത് എവിടെയെങ്കിലും നിന്റെ ഈ കോലം കണ്ട മണ്ണെണ്ണൊഴിച്ച് കത്തിക്കാൻ. ഇങ്ങനെയാണോ ആണുങ്ങൾ നടക്കുന്നത്? കമ്മലിട്ട് ഒരുമാതിരി കോമാളി പോലെ മുടിയും ചെയ്ത് വെച്ച് മുടി ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സായിപ്പാവില്ല. മനസ്സിലായോ നിനക്ക്? അല്ല സാർ, ഞാൻ പറഞ്ഞതേ. ഒന്നും പറയണ്ട. മേലിൽ മൊബൈൽ ഫോണും ഇമെയിൽ ഐഡിയുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം എന്നും പറഞ്ഞ് നിന്നെ ഈ പരിസരത്തോടെ കണ്ട. വെറുതെ ഇരിക്കുക, അയാൾ പൊക്കോളും. ചന്ദ്ര, നമ്മൾ പറഞ്ഞു വന്നെന്തെന്ന് വെച്ചാ അനിയന് വീട്ടുകാരെ അടയ്ക്കണം. ബിൽഡിംഗ് ടാക്സ്. അതെ, അതിന്റെ മലയാളമാണ് ഞാൻ പറഞ്ഞത്. വീട്ടുകാരം. വീട്ടുകാരം അടയ്ക്കേണ്ടത് വില്ലേജ് ഓഫീസിലല്ല, പഞ്ചായത്ത് ഓഫീസിലാണ്. പഠിച്ചപ്പോ എല്ലാം അങ്ങ് പഠിച്ചു, കമ്പ്യൂട്ടറും ഇന്റർനെറ്റും ഒക്കെ. വീട്ടുകാരം അടയ്ക്കേണ്ടത് എവിടെയാണെന്ന് മാത്രം പഠിച്ചില്ല. നീയൊക്കെ രാവിലെ മുതൽ രാത്രി വരെ കമ്പ്യൂട്ടറിന്റെ മുമ്പ് ഇരുന്ന് കുത്തിക്കളിക്കുമ്പോ അതിൽ കേരള സർക്കാരിന്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, kerala.government.org. അതിൽ നോക്കിയാൽ സകല സർക്കാർ വകുപ്പുകളെയും അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. വീട്ടുകാരം എത്രയാണെന്നും അത് എങ്ങനെയാണ് കണക്ക് കൂട്ടേണ്ടതെന്നും എവിടെയാണ് അടയ്ക്കേണ്ടതെന്നും ഒക്കെയുള്ള സകല വിവരങ്ങളും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ വെബ്സൈറ്റിലുണ്ട്. പറയുമ്പോ വലിയ കമ്പ്യൂട്ടർ വിദഗ്ധൻ, സ്വന്തമായിട്ട് ഇമെയിൽ ഐഡി ഉണ്ട്, വെബ്സൈറ്റ് ഉണ്ട്. അനിയാ, വാ. വിദ്യ കയ്യിലുണ്ടായാൽ പോരാ, അത് പ്രയോഗിക്കാൻ പഠിക്കണം. മനസ്സിലായോ? നീ എന്താ ചന്ദ്ര നിൽക്കുന്നത്? ഒയ്ക്കൂടെ ഒയ്ക്കൂടേന്ന്. ഇങ്ങോട്ടല്ല, അങ്ങോട്ട്. മോഹനേട്ടാ, മോഹനേട്ടൻ ആള് കൊള്ളാലോ. കമ്പ്യൂട്ടറിനെ പറ്റി ഇന്റർനെറ്റിനെ പറ്റി ഒന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ അറിയായിരുന്നോ? ഭാമേ, ഇതൊക്കെ എനിക്കെന്നല്ല കേരളത്തിലുള്ള എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും അറിയാം. എന്നിട്ട് മോഹനേട്ടൻ ഇതൊന്നും പറയാതിരുന്നത്? നമുക്കറിയാവുന്ന കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഒരു കാര്യമില്ലാതെ പറഞ്ഞു നടക്കേണ്ട കാര്യം എന്താ? നീ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ സാങ്കേതിക വിദ്യയോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ആളാണെന്ന്. ഞാൻ മുഖം തിരിക്കുന്നത് സാങ്കേതിക വിദ്യയോടല്ല, അതുണ്ടാക്കുന്ന സാമൂഹിക പ്രശ്നമാണ് എന്റെ പ്രശ്നം. ഇന്റർനെറ്റും ഫോണും വ്യാപകമായതോടെ ആളുകൾ തമ്മിലുള്ള ബന്ധം കുറഞ്ഞു, വായന കുറഞ്ഞു, എല്ലാം യാന്ത്രികമായപ്പോ ആരോഗ്യം കുറഞ്ഞു, മാനസികമായ പ്രശ്നങ്ങൾ കൂടുന്നു. ഭാമേ, എനിക്കൊരു പ്രശ്നം വരുമ്പോ എന്നെ സഹായിക്കേണ്ടത് നീയാണ്. ഞാൻ ആശ്രയിക്കേണ്ടത് നിന്നെയാണ്. അല്ലാതെ എല്ലാം ഒരു യന്ത്രം പരിഹരിക്കുന്ന ഒരു പരിഹാരം അന്വേഷിച്ചാൽ നമ്മളൊക്കെ എങ്ങനെ മനുഷ്യരാകുന്നത്? സോറി മോഹനേട്ടാ, ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചില്ല.
കാറുകൾ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്നു ഞാൻ പറഞ്ഞപ്പോ അതിൽ സത്യമുണ്ടെന്ന് നിനക്കറിയാം. കാറുകളെ പൂർണ്ണമായി ഒഴിവാക്കാനാകില്ലെന്ന് എനിക്കും അറിയാം. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം അത് ഉപയോഗിക്കണം. അതുപോലെ കമ്പ്യൂട്ടറും ഇന്റർനെറ്റും ഒക്കെ ആവശ്യമുള്ളപ്പോൾ മാത്രം ഉപയോഗിക്കുക. നമ്മുടെ തലച്ചോറിനെ മറ്റുള്ളവർ നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. എന്റെ വില്ലേജ് ഓഫീസർ ഒരു പുലി തന്നെയാണ്. പക്ഷെ ഒരു കുഴപ്പമേ ഉള്ളൂ. എന്ത്? ഒരു കാര്യം പറഞ്ഞു മനസ്സിലാക്കേണ്ട സമയത്ത് പറയില്ല. വഴക്കൊക്കെ ഉണ്ടാക്കി എല്ലാം തീരുമാനമായി കഴിയുമ്പോഴേ സാർ പറയുള്ളൂ. ഭാമേ, നാട്ടിലെ വില്ലേജ് ഓഫീസ് അത്രയും സർക്കാർ കമ്പ്യൂട്ടർവൽക്കരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ പിന്നെ ഞാൻ കമ്പ്യൂട്ടറിനെതിരെ നിൽക്കൂ. പക്ഷേ ചന്ദ്രനെ പോലുള്ള ബുദ്ധിയില്ലാത്തവന്മാരെ വെറുതെ വിടുന്ന പ്രശ്നമല്ല. വെറുതെ വിടരുത്. അല്ലെങ്കിലും അയാൾ ഇനി പുറത്തിറങ്ങി ഇമെയിൽ എന്നോ ഇന്റർനെറ്റ് എന്നോ പറയുന്നു എനിക്ക് തോന്നുന്നില്ല. ആണല്ലേ? അത് നന്നായി. വിദ്യ സമ്പാദിക്കുന്നതിനേക്കാൾ പ്രയാസമാണ് സമ്പാദിച്ച വിദ്യ ശരിയായി പ്രയോഗിക്കാൻ. സ്വന്തമായി ഇമെയിൽ വിലാസം ഉള്ളതുകൊണ്ടോ ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ അറിയാവുന്നതുകൊണ്ടോ മാത്രം ഒരാൾ സമൂഹത്തിൽ യോഗ്യനാവുന്നില്ല. മോഹനകൃഷ്ണൻ പഠിച്ചത് പ്രയോഗിക്കുന്നവനും പ്രയോഗിക്കാനുള്ളത് പഠിക്കുന്നവനുമാണ് എന്ന പാഠം പഠിച്ച് ഇന്നത്തേക്ക് വിടാം. കൂടുതൽ നിസ്സാര കാര്യങ്ങളുമായി കാര്യം നിസ്സാരം തുടരുന്നു.